സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന നിലനിർത്തി കിട്ടുന്നതിന് വിജയം വരെ പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് അങ്കമാലി കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ നഗറിൽ ജനുവരി 7, 8, 9 തീയതികളിൽ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം നടന്നു. ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ നിരാഹാരം അനുഷ്ഠിച്ചു. ആഗോള സഭ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം യേശു ക്രിസ്തു വിഭാവന ചെയ്ത രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അതുവരെ ഉള്ള രീതിയിൽ നിന്ന് മാറി ആഗോള കത്തോലിക്ക സഭ മുഴുവനും ഈ ജനാഭിമുഖ കുർബാനയിലേക്ക് വന്നു. നമ്മളും നമ്മുടെ സഹോദരരായ ലാറ്റിൻ സഹോദരരും എല്ലാവരും വന്നു. സഭയിൽ അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ധാർമ്മിക ശക്തി ഉണർത്തുവാൻ അൽമായ മുന്നേറ്റം ഏകം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ യജ്ഞം നടത്തിയത്. സഭയിൽ നവീകരണത്തിനായി കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് കൊളുത്തിയ ദീപശിഖ അണയാതെ എക്കാലവും സൂക്ഷിക്കുമെന്നും അതിരൂപതയ്ക്കെതിരെയുള്ള ഏത് നടപടിയെയും അതിരൂപത മക്കൾ തള്ളിക്കളയുമെന്നും അതിരൂപത വൈദികരെ സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പോകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അതിരൂപതയിലെ ഫൊറോനകളിലും ദൈവാലയങ്ങളിലും നിന്നുള്ള വൈദികരും അൽമായരും നിരാഹാര പന്തലിൽ എത്തിച്ചേരുകയും ഫാദർ ജോയ്സ് കൈതക്കോട്ടിലിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഓരോ മെത്രാനും തൻ്റെ ദൗർബല്യത്തെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. പൗലോസ്ലീഹ പറയുന്നത് പോലെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ കുറവുകളിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൻ്റെ കാര്യം പൗലോസ്ലീഹ പറയാൻ കാരണം, ഞാൻ പൂർണ്ണനാണെങ്കിൽ ഈശോയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന് എന്നോട് ഒന്നും കൂട്ടിച്ചേർക്കാനുണ്ടാവില്ല. പക്ഷെ എനിക്ക് കുറവുകൾ ഉള്ളത് കൊണ്ട് എൻ്റെ കുറവുകളെ ഈശോ നിറവുകളാക്കി മാറ്റും. ജനുവരി 6 ആരംഭിച്ച സഭാ സിനഡിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടാകുന്നില്ലെങ്കിൽ 10 തീയതി വെള്ളിയാഴ്ച സിനഡ് നടക്കുന്ന സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുമ്പിൽ പ്രതിഷേധമുയർത്തും. ന്യൂസ് ഡെസ്ക്, കൊച്ചിവട്ടം.